അവൻ്റെ കൈകൾ മാളുവിൻ്റെ വയറിലമർന്നു. മാളു ഞെട്ടി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാളു വീണ്ടും ഞെട്ടി. എന്തൊക്കെയോ ചെയ്യുവാൻ വെമ്പി നിൽക്കുന്ന മുഖവുമായിട്ടാണ് അർജുൻ നിൽക്കുന്നത്. പെട്ടെന്ന് അവൻ ആ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അവൻ മുട്ടിച്ചു. അവൻ്റെ ആ നീക്കത്തിൽ മാളു ഒന്ന് പതറി. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. എവിടെ അനങ്ങുന്നു? അവൻ കൂടുതൽ കൂടുതൽ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടെ മാളുവിൻ്റെ എതിർപ്പുകൾ കുറഞ്ഞു വരാൻ തുടങ്ങി. അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് ആഴ്ന്നിറങ്ങി. അർജുൻ്റെ ചുംബനം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അവൻ അവളുടെ പല്ലും നാവും ചുണ്ടും കടിച്ചു വലിച്ച് നുണയാൻ തുടങ്ങി. എല്ലാം കൊണ്ടും പിടിവിട്ടു പോയിരുന്നു മാളുവിൻ്റെ. ഇതുവരെ കിട്ടാത്ത ആ സുഖാനുഭൂതിയിൽ അവൾ ലയിച്ചു പോയി. അവൾ അറിയുന്നുണ്ടായിരുന്നു അവളിൽ ഓരോ വസ്ത്രങ്ങളും അവളിൽ നിന്നും അഴിഞ്ഞു പോകുന്നത്. മാളു എതിർത്തില്ല. അവൾക്ക് അവനെ ലയിക്കാൻ കൊതിയായിരുന്നു. അർജുൻ്റെ ചുണ്ടും മെല്ലെ താഴേക്ക് ഇറങ്ങി. അവ ചെന്ന് നിന്നത് ആ ചെറിയ മുല്ലമുട്ടിലായിരുന്നു. അവനത് വായിലാക്കി നുണഞ്ഞു. മാളവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരു പറവയെ പോലെ പറക്കുകയായിരുന്നു. മതിവരാതെ അവൻ അതേ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്തു. ദാഹജലത്തിനായി കൊതിക്കുന്ന വേഴാമ്പലിനെ പോലെ അവൾ മറ്റൊന്നിനോ കൊതിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാനായില്ല. അവൻ്റെ കൈകൾ അവളുടെ ആ ചെറിയ പൊക്കിൾ ചുഴിയിൽ ആഴങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരുന്നു. വീണ്ടും ആ കൈകൾക്ക് സഞ്ചാരപാത ഒരുക്കിയത് അവളായിരുന്നു. അവൻ്റെ കൈകളെ അവൾ മെല്ലെ താഴേക്ക് കൊണ്ടുപോയി അവളുടെ ആ വേലിയേറ്റത്തിൻ്റെ അരികിൽ നിർത്തി. അർജുൻ വേഗം കൈകൾ മാറ്റി അവിടെ നാവുകൊണ്ട് ചിത്രം വരക്കാൻ തുടങ്ങി. ഡോ, എന്തോന്ന് സ്വപ്നം കണ്ട് നിൽക്കുക? വേഗം എന്നെ കുളിപ്പിക്കാൻ നോക്ക്, എന്നാ സോപ്പ്. അത് കേട്ട് മാള് ഞെട്ടി. അവൾക്ക് വല്ലാതെ ജാള്യത തോന്നി. അത് കണ്ട അർജുൻ അവളുടെ ചെവിയോരം മെല്ലെ ചെന്ന്, അതെ, അതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. അതിനു മുമ്പ് ഒരുപാട് അറിയാനുണ്ട് നമ്മൾ പരസ്പരം. അത് കഴിഞ്ഞ് നമുക്ക് സ്വപ്നം കാണട്ടോ. അത് പറഞ്ഞവൻ കുളിക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞിറങ്ങിയ മായി ഒരു ധാവണി എടുത്ത് ചുറ്റി. ശേഷം മിതമായ രീതിയിൽ അവൾ ഒരുങ്ങിയിറങ്ങി. റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു വെപ്രളമായിരുന്നു അവളിൽ. ആളിൽ ആരെയും കാണാതെ അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച മുറ്റത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന തൻ്റെ കാറിൽ ചാരി നിൽക്കുന്ന മാധവിനെയാണ്. ഒരു വേള അവനിൽ തന്നെ ഉറച്ചു നിന്നു അവളുടെ കണ്ണുകൾ. ഡാർക്ക് ബ്ലൂ ഷർട്ടും സെയിം മുണ്ടുമാണ് അവൻ ഉടുത്തിരിക്കുന്നത്. ഇടയ്ക്കെപ്പോഴും അവളിലേക്ക് മിഴികൾ തെന്നി വീണവൻ കാണുന്നത് തന്നെ ഏതോ ലോകത്തെന്ന പോലെ നോക്കി നിൽക്കുന്ന മായവിനെയാണ്. മാധവ് ഒരു കുസൃതി ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു. ദീവാസ്വപ്നാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് മുന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ മായി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ ചിമ്മി നോക്കുമ്പോൾ അവൻ തനിക്ക് മുന്നിൽ. അതേ ഞെട്ടിലോടെ അവൾ വേഗത്തിൽ തിരിഞ്ഞകത്തേക്ക് കയറാൻ ഒരുങ്ങും മുന്നേ മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ മായി പുറകിലേക്ക് ആഞ്ഞ് മാധവന്റെ നെഞ്ചിലായി വന്നിടിച്ചു നിന്നു. ഇരുവരും ഒരുപോലെ ഒന്ന് ഞെട്ടി. ബാത്റൂമിൽ നിന്നിറങ്ങിയ മാള് നേരെ മൈവിൻ്റെ റൂമിലേക്കാണ് പോയത്. കുളി കഴിഞ്ഞിറങ്ങി അവൾ നേരെ തൻ്റെ റൂമിൽ വന്ന് ഒരു ചുരിദാർ എടുത്തിടാൻ നോക്കുമ്പോഴാണ് സിന്ധു കയ്യിലൊരു കവറുമായി അവിടേക്ക് വരുന്നത്. ചുരിദാർ വേണ്ട, ദേ ഇത് എടുത്തോണ്ട് പോയിട്ട് വാ. മാള് കയ്യിലെടുത്ത ചുരിദാർ വാങ്ങി ബെഡിലേക്കിട്ട് പകരം അവളുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു സിന്ധു. ഇതിലെന്താമ്മേ? അതിലേക്ക് നോക്കി മാളൊരു സംശയത്തോടെ ചോദിച്ചു. കഴിഞ്ഞ പിറന്നാളിനെ നിന്റെ അച്ഛൻ വാങ്ങി തന്ന സാരിയാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് ഇതുവരെ ഇടാൻ പറ്റിയില്ല. ഈ ഇടക്ക അത് തയ്ച്ച് കിട്ടിയത്. ഞാൻ നിന്റെ അളവിനെ അതങ്ങ് ഷേപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോൾ ഇതിട്ടിട്ട് പോയി വാ, അമ്മ ഒന്ന് കാണട്ടെ എൻ്റെ കുട്ടി വലിയ പെണ്ണായത്. സാരിയോ? ഞാനോ? ഒരു വേള മാളവിൻ്റെ കണ്ണൊന്നും വിളിഞ്ഞു. കാരണം ദാവണി എടുക്കുമെങ്കിലും ആദ്യമായാണ് സാരി എടുക്കാൻ പോകുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സാരി എടുക്കാൻ വലിയ ഇഷ്ടമാണ് താനും. നിന്ന് ചിണുങ്ങാതെ പോയി റെഡിയാക്കുക കുഞ്ഞേ, ഇരുട്ടുന്നതിന് മുന്നേ നിങ്ങൾ പോയി വരാൻ നോക്ക്. അത്രയും പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ മാള് തൻ്റെ കയ്യിലിരിക്കുന്ന കവറൊന്ന് തുറന്നു നോക്കി. പർപ്പിൾ കളറിലെ മനോഹരമായൊരു സാരി. ഉടുക്കല്ലേ? സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ആ സാരി എടുത്ത് ഉടുക്കാൻ തുടങ്ങി. തോളിൽ കിടന്ന ടവൽ കൊണ്ട് തലയും തുടച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അർജുൻ ഒരു നിമിഷം സ്റ്റെക്കായി. കണ്ണുകൾ മുന്നിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു നിമിഷം അവൻ്റെ കൈകൾ പോലും നിശ്ചലമായി. ചുറ്റും ഒന്നും ശ്രദ്ധിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചുമരിലെ ക്ലോക്കിലേക്ക് മാത്രം നോക്കി സാരി പ്ലീറ്റ് എടുത്ത് വെക്കുകയായിരുന്നു മാളു. അണ്ടർസ്കാർട്ടിൻ്റെ ബ്ലൗസിൽ നിൽക്കുന്ന മാളുവിനെ കണ്ട് അർജുനെ തൊണ്ട പറ്റി വരണ്ടു. കണ്ണുകൾ അവനെപ്പോലും ചതിച്ചുകൊണ്ട് അവളിലൂടെ ആകെ തെന്നി നീങ്ങുമ്പോൾ മാളിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സാരി ഉടുക്കുന്നത് കൊണ്ട് തന്നെ മാള് ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നെ വിയർക്കുന്നുണ്ടായിരുന്നു. കഴുത്തിലൂടെ ഒഴുകി അവളുടെ താമര പൊയ്കയിലേക്ക് ഒഴുകുന്ന വിയർപ്പ് തുള്ളിയിലും നാഭിക്ക് ചുറ്റും മഴത്തുള്ളികൾ പോലെ തിളങ്ങി നിൽക്കുന്ന ചെറുകണങ്ങളും വെളുത്ത നിറത്തിൽ ആ അരക്കെട്ടും കണ്ട് അർജുന തൻ്റെ ശ്വാസമെടുപ്പ് ഉയരുന്നത് പോലെ തോന്നി. മെല്ലെ അവൻ്റെ കാലുകൾ അവൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു. തിരിഞ്ഞു നിൽക്കുന്ന മാള് തനിക്ക് പിന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ അവളുടെ പിന്നിലേക്കൊന്ന് നീങ്ങുന്നതിനൊപ്പം കൈകൾ ഇടുപ്പിൻ്റെ ഇരു സൈഡിലേക്കും മെല്ലെയൊന്ന് അമർന്നു. ഞെട്ടലും വിറയിലും അവളെ പിടികൂടുന്നതിനൊപ്പം കണ്ണുകൾ വേഗത്തിൽ മുന്നിലെ മിററിലേക്ക് പാഞ്ഞു. തനിക്ക് പിന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അല്ല, അവനെല്ലാ ഭാവത്തിലായിരുന്നു അവളിലൊരു വിറയിൽ തീർത്തത്. എന്താ? വാക്കുകൾ കിട്ടാത്തതുപോലെ വിക്കിപ്പോയി മാളും. പക്ഷേ അർജുനിൽ നിന്നും മറുപടിയൊന്നും തന്നെ വന്നില്ല എന്ന് മാത്രമല്ല, അതിവേഗത്തിൽ അവളുടെ ഇടുപ്പിൽ അമർത്തി അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയവൻ.
പെട്ടെന്നായതിനാൽ മാളു അവനെ നെഞ്ചിലായി അമരുമ്പോൾ അവളുടെ മാരണങ്ങൾ അവനെ നെഞ്ചിൽ വന്ന് അമർന്നു. ഒന്ന് വിറച്ചു പോയ മാളു കൈ രണ്ടും അർജുനെ നെഞ്ചിൽ വെച്ച് അവനിന്ന് പുറകിലേക്ക് നീങ്ങുമ്പോൾ അതിനനുവദിക്കാത്ത അർജുൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ മുറുകിപ്പോയി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ ഇതുവരെ അവനിൽ കണ്ടിട്ടില്ലാത്ത ഭാവമായിരുന്നു മാളുവിൻ്റെ മിഴികൾ അവനിൽ നിന്ന് ഒപ്പിയെടുത്തത്. ക്യാൻ ഐ ഹെൽപ്പ് യു മാളവിക? ആ ഒരു ചോദ്യം അവനിൽ നിന്ന് വരുന്നതിനൊപ്പം കണ്ണുകൾ അവളുടെ മാറിലും അണിവയറിലുമായി ഒന്ന് പതിഞ്ഞു. വീണ്ടും നോട്ടും അവളുടെ മുഖത്തേക്കാക്കുമ്പോൾ മാളുവിന് തൻ്റെ ശരീരമാകെ വെറുക്കുന്ന പോലെ തോന്നി. ടെൽ മീ മാളവിക, ക്യാൻ ഐ ഹെൽപ്പ് യു? അവളിലെ മൗനം കണ്ട അർജുൻ വീണ്ടും ചോദിക്കുമ്പോൾ മാളു അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. വേണ്ട, ഞാനും എടുത്തോളാം. അങ്ങനെ പറയില്ല മാളു, നിന്റെ കൊടുവള്ളിയുടെ ഒരാഗ്രഹമല്ലേ, ഒന്ന് സാധിച്ചു തരൂന്നേ, പ്ലീസ്. ഒരു കൈ അവളുടെ ഇടുപ്പിലും മറു കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ഇടംകഴുത്തിലെ വിയർപ്പ് തട്ടി മാറ്റിയും അവൻ പറയുമ്പോൾ മാള് കണ്ണുകൾ പിടിച്ച് അവനെ ഒന്ന് നോക്കി. ഹേയ് ക്രീപ്പർ, താൻ എന്നെ അങ്ങനെ വിയർത്തൊഴുകുന്നത്? ചൂടെടുക്കുന്നുണ്ടോ, അതോ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ? ഇനി അതാണെങ്കിൽ ഇതൊക്കെ എനിക്ക് നോർമലാണ്. എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇതും ഇതിനപ്പുറവും ഞാൻ കണ്ടിട്ടുണ്ട്. അർജുൻ കൂളായി പറയുമ്പോൾ ഒരു വേള മാളൊന്ന് ഞെട്ടി. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഹേയ് നത്തിങ്. താൻ ഡ്രസ്സസ് ആയെന്നല്ലോ നിൽക്കുന്നത്, പിന്നെ എന്താണ് പ്രോബ്ലം? ദേ നോക്കി, എന്ത് ലുക്കാണെന്നോ തന്നെ കാണാൻ, ഈ അണ്ടർ സ്കേർട്ടും ബ്ലൗസും. വാവ്! അല്പം കുസൃതിയോടെയാണ് അർജുൻ അത് പറഞ്ഞത്. ഒപ്പം ആ കണ്ണുകൾ തന്നെ ഒഴിയുന്നതായി കൂടെ തോന്നിയതും മാളു ആകെ ഒന്ന് ചൂളിപ്പോയി. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കൈ രണ്ടും വേഗം തട്ടിമാറ്റി. ഞാൻ കരുതി നിങ്ങളൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന്, പക്ഷെ എനിക്ക് തെറ്റി. തമ്മാടി. വാട്ട്? അർജുൻ്റെ കണ്ണുകൾ സംശയത്താലൊന്ന് ചുരുങ്ങി. അതെ സിൽമാ നടൻ, നിങ്ങളൊരു തല്ലിപ്പൊളിയാണെന്ന് മനസ്സിലായോ? മാളു അല്പം കൂടെ വ്യക്തമാക്കി കൊടുത്തു. ഓ ഐ സി. അതുകൊണ്ടാകും മേഡ് ഇത്രയും സെക്സി ലുക്ക് നിന്നിട്ടും ഞാൻ എൻ്റെ പരിധി വിട്ട് പെരുമാറാത്തത്. ഒരു വേള മാളൊന്ന് ഞെട്ടി. അവൾ വേഗം ആ സാരി എടുത്ത് തൻ്റെ ശരീരം അവനിൽ നിന്ന് മറച്ചു. എല്ലാം കാണിച്ചു തന്നിട്ടാണോ മറക്കുന്നത്? പിന്നെ മാളവിക, എനിക്ക് നല്ല കൺട്രോളാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതൊന്നും കണ്ട കൈവിട്ട് പോകുന്നതിനല്ല ഈ അർജുൻ വസിഷ്ഠ. സോ യു ആർ സേഫ് സോൺ. അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് അർജുൻ അത് പറയുമ്പോൾ മാളവനൊന്ന് കൂർപ്പിച്ച് നോക്കി. എന്തൊക്കെ പറഞ്ഞാലും ആ ലുക്ക്, ഓ ഇയാളെ ഞാനിന്ന്. മാളു അർജുൻ അടിക്കാനായി കൈ ഉയർത്തിയതും അർജുൻ അതിവേഗത്തിൽ പുറത്തേക്ക് ചാടി. മാളു വേഗം ഡോറടിച്ച് ലോക്ക് ചെയ്യുമ്പോൾ ആ ചൊടികളിൽ നാണത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി കൂടെ സ്ഥാനം പിടിച്ചിരുന്നു. അതവന് വേണ്ടി മാത്രം പിരിയുന്നവ. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രഭ മങ്ങി തൻ്റെ പ്രണയത്തിലേക്ക് അവൻ ആഴുമ്പോൾ ചുറ്റും ഇരുട്ട് പടർന്നു തുടങ്ങി. നേരെ മാറി കഴിഞ്ഞു കാണും. ഗ്രാമപ്രദേശത്തിന്റെ മാസ്മരികത നിറഞ്ഞ കാഴ്ചകളാണ്. വിളഞ്ഞു നിൽക്കുന്ന പൊൻകതിരുകളിൽ ഇളങ്കാറ്റിൽ കുലുങ്ങിച്ചിരിക്കുന്നത്. അവക്ക് നടുവിലുള്ള ചെമ്മൻ പാതയിലൂടെ അവൻ നടന്നു നീങ്ങുമ്പോൾ കാഴ്ചക്കാരായി നിന്നിരുന്ന പല മുഖങ്ങളിലും പലതരം ഭാവങ്ങളായിരുന്നു. ചിലരൊക്കെ എന്തൊക്കെയോ അടക്കം പറയുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന രീതിയിൽ തലയുയർത്തി തന്നെ മാള് മുന്നോട്ട് നടക്കുമ്പോൾ എന്തോ അർജുനിൽ ഒരു തരം ജിജ്ഞാസയായിരുന്നു. അവളെ കൂടുതൽ അറിയാമെന്നോണം. അർജുൻ്റെ പിന്നിലായി വരുന്ന ഗാർഡ്സിലാണ് കൂടുതൽ കണ്ണുകളും. അതവരുടെ വേഷവ്യതിയാനം കൊണ്ട് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും അവന് പുറകിലായുള്ള നെഞ്ചും പിരിച്ചുള്ള നടപ്പും കൂടിയാകുമ്പോൾ പലരിലും അതിശയമാണ്. ചിലരൊക്കെ അവരോട് കുശലം ചോദിക്കുമ്പോൾ ഒരു നെറുപുഞ്ചിരിയോടെ തന്നെ മാളതിന് മറുപടിയും പറഞ്ഞു. നടത്തത്തിനൊടുവിൽ ക്ഷേത്രം എത്തുമ്പോൾ മുന്നിലെ ആൽമരത്തിൽ ചെരുപ്പഴിച്ചിട്ട് അവരകത്തേക്ക് കയറി. അർജുൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. ത്രിസന്ധ്യ സമയവും കൽവിളക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിവ്യപ്രഭയും കാറ്റിൽ സുഗന്ധം പരത്തുന്ന കൽപ്പൂരഗന്ധവും വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അവൻ അനുഭവപ്പെട്ടത്. അതെ, ഷർട്ട് അയച്ചിട്ട് വേണം ആണുങ്ങൾ അകത്തേക്ക് കയറാൻ. മാള അർജുനെയും മാധവനെയും നോക്കിയത് പറയുമ്പോൾ അവർ പരസ്പരം നോക്കി. എന്താ നോക്കുന്നത്? ഇതൊന്നും അറിയില്ലേ? കേട്ടിട്ടുണ്ട് മാളവിക, പിന്നെ ഞങ്ങളെങ്ങനെ അമ്പലത്തിൽ നിന്നും പോകാറില്ല, സോ വലിയ പിടിയില്ലതേക്കുറിച്ച്. മാധവാണ് അതിന് മറുപടി പറഞ്ഞത്. അതോടൊപ്പം അവൻ തൻ്റെ ഷർട്ട് അയക്കുകയും ചെയ്തു. മാളവും മയവും അവരെ തന്നെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ അർജുൻ തിരിഞ്ഞ് തൻ്റെ ഗാർഡ്സിനെ ഒന്ന് നോക്കി. ഇല്ല സർ, ഞങ്ങൾ അകത്തേക്കില്ല, പുറത്ത് നിന്നോളാം. സോഹൻ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അയൽക്കൊപ്പം നിഹാനും പോയി. അത് കണ്ട അർജുൻ തൻ്റെ ചിരി ഉള്ളിൽ തന്നെ അടക്കിക്കൊണ്ട് ഷർട്ടിലേക്ക് കൈവച്ച് ചുറ്റുമെന്ന് നോക്കി. എന്താണ്, ഫിലിം സ്റ്റാറിന് നാണം വരുന്നുണ്ടോ? മാധവന്റെ കള്ളച്ചിരിയോടെയുള്ള ചോദ്യമായിരുന്നത്. അർജുൻ അവനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നതിനൊപ്പം അതിവേഗത്തിൽ ആ ഷർട്ട് അടിച്ചെടുത്തു. ശേഷം അവനെ നോക്കിയൊന്ന് പുജിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പുറകെ മാധവും. ഓ, എന്തൊരു ചേലാലേ ചേക്കനെ കാണാൻ. കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നില്ല. പക്ഷേ ഇയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന മാളുവിൻ്റെ കാതുകളിൽ പെട്ടെന്ന് ആ വാക്കുകൾ വന്ന് അലയടിക്കുമ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് തിരിഞ്ഞു നോക്കി. തനിക്ക് പിന്നിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ആ സംസാരിക്കുന്നത്. വേറെ എങ്ങോണ് ആ ഇരു ദൃഷ്ടികളും.
മാളത് ശ്രദ്ധിക്കാതെ തിരിയാൻ നിൽക്കുമ്പോഴാണ് തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അർജുനെ കാണുന്നത്. പെട്ടെന്ന് ഉള്ളിലൊരു വെള്ളിടി വെട്ടിയതുപോലെ മാളു അതിവേഗത്തിൽ തിരിഞ്ഞു നോക്കി. എടി, അത് യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠയാണ്, നമ്മുടെ റോക്ക് സ്റ്റോറിയിലെ ഹീറോ, എന്റെ കൊച്ചെന്തിന്റെ ക്രഷ്. മറ്റൊരു വഴിയിൽ നിന്നും അതുകൂടി ആയിരുന്നു പൂർത്തിയായ പാവായിരുന്നു മാളുവിന്റെ. അവളുടെ കണ്ണുകൾ അവരിൽ തന്നെ തറഞ്ഞു നിന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടരുന്നതും എന്തൊക്കെയോ പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ വേഗം അർജുൻ്റെ അടുത്തേക്ക് പോഞ്ഞു. അമ്പലത്തിൽ കയറിയ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പാണ് അർജുന്. അധികം പ്രാർത്ഥനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിവേഗത്തിൽ അതും കഴിഞ്ഞ് നിൽപ്പാണ് അവൻ. ഒരുപാട് പേര് തന്നെ നോക്കുന്നതും തൻ്റെ അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നതൊക്കെ അർജുൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അവനതൊന്നും കാണാത്ത ഭാവത്തിൽ നിന്നു. എക്സ്ക്യൂസ് മീ സാർ. പെട്ടെന്നാണ് ഒരു സൈഡിൽ നിന്നും ആ ശബ്ദം കേൾക്കുന്നത്. ഉടനെ അർജുൻ്റെ ശ്രദ്ധ അവിടേക്കായി. കാഴ്ചയിൽ സുന്ദരികളായ 2 പെൺകുട്ടികൾ. യെസ്, ടെൽ മീ. ഗൗരവം ഒട്ടും വിടാതെ അവനിൽ നിന്ന് മറുപടിയും വന്നു. സാർ, ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ പ്ലീസ്. അതിലൊരാൾ അഭ്യർത്ഥന പോലെ ചോദിക്കുമ്പോൾ അർജുൻ ഒന്ന് ചുറ്റും നോക്കി. പുറത്ത് വെച്ച് എടുത്താൽ മതി സർ. അവൾ അതിന് ഉപായവും കണ്ടുപിടിച്ചു. അർജുൻ ഓക്കെ പറഞ്ഞ് അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ മുഖവും വീർപ്പിച്ച് കണ്ണും തുറിച്ച് നിൽക്കുന്ന മാളുവിനെ അവൻ കണ്ടിരുന്നില്ല. ദീപാരാധനയും കഴിഞ്ഞ് പ്രസാദവും വാങ്ങി മായവും മാളവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർജുനും മാധവും ആൽമരത്തിന്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അടുത്ത് നിൽക്കുന്ന ആ 2 പെൺകുട്ടികളെ കൂടെ കണ്ടതോടെ അല്പനേരം തന്നിൽ നിന്ന് വിട്ടുനിന്ന അതേ ഭാവം വീണ്ടും ഉള്ളിലെടുക്കുന്നത് മാള അറിയുന്നുണ്ടായിരുന്നു. മാള് ചവിട്ടിക്കുലുക്കി അവർക്ക് അടുത്തേക്ക് പോയി. ചെരുപ്പും വിട്ട് അവരെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ തിരിഞ്ഞു നടക്കുമ്പോൾ മായി വേഗം അവൾക്ക് പിന്നാലെ പോയി. ചേച്ചി എന്തേ കാണിക്കുന്നത്? അവരോട് വരട്ടെ, തിരികെ വരാനുള്ള വഴിയൊന്നും അവർക്ക് അറിയില്ല. മായി മാളുവിന്റെ മുന്നിൽ കയറി അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പറയുമ്പോൾ മാളവളെ ചിറഞ്ഞൊന്ന് നോക്കി. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, ഇല്ലെങ്കിൽ അവർക്ക് വഴി തെളിക്കാൻ ഇവിടെ താലം പിടിച്ച് നിന്നോ, എന്നെ കിട്ടില്ല അതിന്. അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മാളവിടുന്ന് പോകുമ്പോൾ മായു ആകെ ധർമ്മസങ്കടത്തിലായി. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അല്പം വേഗത്തിൽ തന്നെ മാളു മുന്നോട്ട് നടക്കുമ്പോഴാണ് പിന്നിലെ സാരിയുടെ പീറ്റിൽ പെട്ടെന്ന് ആരോ പിടിച്ചു വലിച്ചത്. പിന്നു പൊട്ടുന്നതിനൊപ്പം അവൾ കൂടെ പിന്നോട്ട് ആഴുമ്പോൾ ഇപ്പോൾ വീഴുന്ന മനസ്സിലുറപ്പിച്ച മാളിടിച്ചു നിന്നത് അർജുന നെഞ്ചിലായിരുന്നു. നേരിയ നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നോക്കി അവൾ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് ഉള്ളിലെ കാലിയൊന്ന് ഇരട്ടിച്ചു. താൻ എന്തീ കാണിക്കുന്നത്? വീട്ടിൽ വെച്ചുള്ള സൗകര്യക്കേട് പോരാഞ്ഞിട്ടാണോ പുറത്ത് വെച്ചുള്ള ഈ അക്രമവും? ഒട്ടും മയമില്ലാത്ത രീതിയിൽ തന്നെ അവൾ ചോദിക്കുമ്പോൾ അർജുൻ കണ്ണുകൾ ചുരുക്കി അവളെ ഒന്ന് നോക്കി. വാട്സ് യുവർ പ്രോബ്ലം മാളവിക? ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? അറിയില്ലേ ഇവിടെ എന്തോ ഉണ്ടായത്? തനിക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ വേണ്ട, എനിക്കൊന്നും പറയാനില്ല. അത് പറഞ്ഞവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ അർജുൻ അവളുടെ വലത് കൈയിലായി പിടുത്തം വിട്ടു. മാള് കലിയോടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. ജെലോസി ഇസ് ട്രൂ മാളവിക? അർജുൻ ഇരുപുറവും ഉയർത്തിക്കൊണ്ട് അവളോടായി ചോദിക്കുമ്പോൾ മാളവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. വീണ്ടും അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തവണ അവൻ്റെ പിടി വീണത് അവളുടെ കയ്യിലായിരുന്നില്ല, പകരം ആ അരക്കെട്ടിലായിരുന്നു. ഡോ, താൻ എന്തീ കാണിക്കുന്നത്? എന്നൊന്ന് വിടുന്നുണ്ടോ? മാളവൻ്റെ കൈയിൽ കിടന്ന് കുതറി. വിടാം, അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ക്രീപ്പറൊന്ന് കേൾക്ക്. നീ ഇനി എന്തൊക്കെ ചെയ്ത് എന്നെ ഹേർട്ട് ചെയ്താലും എനിക്കിഷ്ടമാണ് എൻ്റെ ഈ തല്ലിപ്പുള്ളിയെ. അവളുടെ മിഴികളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അർജുനത് പറയുമ്പോൾ മാള് ഞെട്ടലോടവൻ ഉറ്റുനോക്കി.